KSRTCയിൽ ഒരു ലോകമഹാത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം 7 ലോകമഹാത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ വൻമതിലും കൊളോസിയവും ആഗ്രയിലെ താജ്മഹലിനും എല്ലാം അപ്പുറം ലോകത്തിൽ ഒരു മഹാത്ഭുതമായി KSRTCയിൽ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 7.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത്. KSRTCയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് 1-ാം തീയതി തന്നെ ജീവനക്കാരുടെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി കൂടിയാലോചന നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതിന് നടപടിയെടുക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. 7.5 വർഷമായി മുഖ്യമന്ത്രി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ തൊഴിലാളികളോടായി തൻ്റെ മീഡിയത്തിലൂടെ സംസാരിച്ച വിവരം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. മന്ത്രി ആ വീഡിയോയിൽ പറയുകയാണ്, കുറച്ചുകൂടിയൊക്കെ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. ഏതായാലും നിലവിൽ ഒരു കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിലെ കേരള സംസ്ഥാനത്ത് ഗവൺമെൻറ്റിലേക്ക് പ്രതിദിനം 8 കോടി രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ അന്തസ്സായിട്ടല്ല ജീവിക്കുന്നതെന്ന് ഇതിൻ്റെ മന്ത്രി തിരിച്ചറിഞ്ഞതിലെ ഒരു സന്തോഷവും ബഹുമാനവും എനിക്കുണ്ട്. ഏതായാലും അന്തസ്സായിട്ടില്ല ജീവിക്കുന്നത്, നിങ്ങളിപ്പോൾ അന്തസ്സായിട്ടല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അന്തസ്സായിട്ട് ജീവിക്കാൻ നിങ്ങൾ കുറച്ചുകൂടി വരുമാനം കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം ജീവനക്കാരോടായിട്ട് പറയുന്നത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയെ നാണം കെടുത്തുവാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 7.5 വർഷമായി കേരളത്തിൻ്റെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ എടുത്താൽ ആരാധകർ പറയുന്ന ഇരട്ടച്ചങ്കിനൊക്കെ അപ്പുറം മുന്നറിവോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും കേരളത്തിൽ ആ ചരിത്രത്തിലാദ്യമായി 2ാമതൊരു ഭരണം കൂടി ഏൽപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ അപമാനിക്കാനാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 7.5 വർഷമായി മുഖ്യമന്ത്രി ഊണിലും ഉറക്കത്തിലും KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി എങ്ങനെ ശമ്പളം കൊടുക്കണമെന്ന് ആലോചിച്ച് ഒരു വഴിയും ലഭ്യമാകാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് തീരത്തടുത്തിട്ടുണ്ട്, അടുക്കുന്നു തീരം ഇനിയില്ല ദൂരം എന്ന കണ്ണീർ കായലിലേതോ എന്നുള്ള സിനിമ പാട്ട് പോലെ പുള്ളി പറയുകയാണ്. പക്ഷേ ഇതെനിക്ക് പഞ്ചാബി ഗോസ് എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ഒരു സീനുണ്ട്. അതായത് ഈ കൊച്ചി ഖലീഫ അവിടെ ദിലീപിനെയും ഹരിശ്രീ അശോകനെയും അവിടെ ആക്കിയിട്ട് മുതലാളി ഇനി എന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബുധനാഴ്ച വരാം എന്ന് പറയുമ്പോൾ എല്ലാ മാസവും ബുധനാഴ്ചയുണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഏത് 1-ാം തീയതിയാണ് ഇദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 1-ാം തീയതികളാണ്. ഒന്ന് ഇംഗ്ലീഷ് മാസം 1-ാം തീയതിയും പിന്നെ മലയാള മാസം 1-ാം തീയതി. അപ്പോൾ ഏത് 1-ാം തീയതിയാണ് ഇദ്ദേഹം ഈ പ്രക്രിയ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അറിയില്ല കേട്ടോ. ഏതായാലും ജീവനക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയും ചാനലുകൾക്ക് മുമ്പിൽ വന്നിരുന്ന് തള്ളിമറിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം പുള്ളിക്കുള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ജൂൺ 1-ാം തീയതി, അപ്പോൾ ജൂൺ 1-ാം തീയതിയിലെ പ്രത്യേകത എന്താണ്? ഈ നമ്മുടെ മക്കൾ സ്കൂളുകളിലേക്ക് ആദ്യമായും പുതുവർഷത്തിലേക്ക് പുതിയ ക്ലാസ്സിലേക്കും കടന്നു പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം. KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷകരമായ അനുഭവം ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയുമായിരുന്നു. അതായത് 1-ാം തീയതിയിലേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ മറ്റെല്ലാ കുട്ടികളും പുതിയ പാഠപുസ്തകങ്ങളും പുതിയ സ്കൂൾ ബാഗുകൾ, പുതിയ യൂണിഫോം, പുതിയ കുടകൾ, പുതിയ മഴക്കോട്ടുകൾ ഇതെല്ലാമായി ഒരു പുത്തൻ മണത്തോടുകൂടി അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ വേണ്ടി പോകുമ്പോൾ KSRTC ജീവനക്കാർക്ക് ഈ 1-ാം തീയതിയെങ്കിലും ശമ്പളം കൊടുക്കുവാൻ ഈ തള്ളിമറിക്കുന്ന മന്ത്രിക്ക് സാധ്യമാകുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഏതായാലും കൂടുതൽ വരുമാനം കൊണ്ടുവരാനാണ് ഇങ്ങനെ പറയുന്നത്. ഇത് എവിടുന്ന് കൊണ്ടുവരും? ഇനി കയറുന്നവരെ പോക്കറ്റ് അടിച്ച് കൊണ്ടുവരാനാണോ എന്ന് എനിക്കറിയില്ല. 3900 വണ്ടി ഓടിയിട്ട് 8 കോടി രൂപ വരുമാനം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ലോക ചരിത്രത്തിൽ ഒരത്ഭുതമായിട്ട് നിൽക്കുകയാണ്. ഏതായാലും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നതിലൂടെ ലോകത്തിലെ ഈ മഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറ്റപ്പെടുകയും ലോകത്തിൽ ഒരിടത്തും ഈ 1-ാം തീയതി ശമ്പളം കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നും മറിച്ച് ഈ കേരളത്തിലെ പോലെ മുറിച്ചാണ് KSRTCയിലെ പോലെ ശമ്പളം കൊടുക്കുന്നതെന്നൊക്കെയാണ് ഈ പാവങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. 7.5 വർഷം മുമ്പ് മറ്റൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ശമ്പളം ഇതുപോലെ തുടർച്ചയായി മുടങ്ങിയിട്ടില്ല എന്നുള്ള വസ്തുത ഞങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് വേണം ഇത്തരം തള്ളിമറിക്കലുകൾ ജീവനക്കാരുടെ ഇടയിലേക്ക് പറയുമ്പോൾ ഓർക്കുവാൻ. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ പൊതുജനങ്ങളുടെ ഇടയിൽ കയ്യടി നേടുവാനോ ഇത്തരം കാര്യങ്ങൾ മറിക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ സ്വാഭാവികമായ ഗിമ്മിക്ക് കൊണ്ട് സാധിക്കുമെങ്കിലും ഇത് സ്ഥിരമായി ഒരു കൂട്ടം ജനങ്ങളെ പറ്റിക്കുവാൻ പറ്റില്ല എന്ന ഫിലോസഫി ഞാൻ അങ്ങയുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ മക്കൾ കണ്ണീരോടുകൂടി പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ
പുതിയ മറ്റ് ഉപരിപഠനത്തിനായി മക്കളെ ചേർക്കുവാൻ വേണ്ടി അഡ്മിഷൻ ഫീസ് കൊടുക്കുവാൻ പോലും കാശില്ലാതെ ഓടി നടക്കേണ്ട ഒരു അവസരത്തിൽ പോലും 1-ാം തീയതി ശമ്പളം നൽകണം എന്ന് ചിന്തിച്ചിട്ടില്ല. ഇനി ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാം. 1-ാം തീയതി ശമ്പളം തരാൻ KSRTCയിൽ കാശില്ലാത്തത് കൊണ്ടല്ല, 80 കോടി രൂപ വേണം എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏകദേശം 30,000 ജീവനക്കാർ KSRTCയിൽ ഉണ്ടായിരുന്ന കാലത്തും ഇവർ പറയുന്നത് 80 കോടി രൂപ 80 കോടി രൂപ വേണമെന്നാണ്. അതായത് 30,000 ഇപ്പോൾ ഏതാണ്ട് 18,000 ജീവനക്കാരിലേക്ക് 18,000 ജീവനക്കാരിലേക്ക് ഈ ഒരു നമ്മുടെ റിട്ടയർമെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് പുതിയ ആളുകളെ KSRTCയിലേക്ക് എടുത്തിട്ടുമില്ല. ഇപ്പോഴും പറയുന്ന ഈ കോടിക്കണക്കാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കൾക്ക് കുറച്ചെങ്കിലും പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ KSRTCയിലെ വരവ് ചെലവ് കണക്ക് ആദ്യം പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് KSRTC ജീവനക്കാരന് കൃത്യമായി ശമ്പളം കൊടുത്തില്ല എങ്കിൽ ഇവൻ അധികമായി, അതായത് സറണ്ടർ ചെയ്യാൻ വേണ്ടി അധികമായി ജോലി ചെയ്യുകയും അവനെക്കൊണ്ട് അധികമായി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഉള്ള പുതുതായിട്ട് ജീവനക്കാരുടെ നിയമനം നടത്താതിരിക്കാനുള്ള, അതായത് ഒരു വിധത്തിൽ നിയമന നിരോധനം കൊണ്ടുവരുവാനും സാധ്യമാകും എന്ന് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കാത്തത്. 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ടല്ല. കാരണം 8 ദിവസത്തെ വരുമാനം മതി, 10 ദിവസത്തെ വരുമാനം മതി ഈ 80 കോടി രൂപയിലേക്ക് എത്താൻ. 80 കോടി വേണമെന്നാണ് ഇവർ പറയുന്ന കണക്കാണ്. ഏതായാലും മന്ത്രി ഗണേഷ് കുമാർ തള്ളിമറിക്കുന്നു, നുണ പറയുന്നു. ഈ ഞങ്ങളുടെ നീര് കാണാതെ ഞങ്ങളുടെ മക്കൾ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് ബാഗുകളും പഴയ പുസ്തകങ്ങളും ചോദിച്ച് മഴ നനഞ്ഞ പഴയ കുടകളുമായി ഞങ്ങളുടെ മക്കൾ കടന്നു പോകുമ്പോഴും ഈ തള്ള് അവസാനിപ്പിക്കണം. ഒരു തലമുറയെയാണ് അങ്ങ് വഞ്ചിച്ചിരിക്കുന്നത്. 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത് ലോകമഹാത്ഭുതമാകുകയും മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഇതേക്കുറിച്ച് ഓർത്ത് ദുഃഖാർത്ഥനായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് മുഖ്യമന്ത്രിയെ നാണം കെടുത്തുകയാണ്. അതെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നെനിക്കറിയില്ല. ഇഷ്ടപ്പെട്ട വകുപ്പ് കിട്ടാത്തതിൻ്റെ പ്രശ്നമുള്ളതാണോ എന്നും ഞാനത് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഏതായാലും അങ്ങ് ആത്മാർത്ഥതയോടുകൂടിയല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. 1-ാം തീയതി ശമ്പളം തരുന്ന ഒരു ലോകമഹാത്ഭുതമല്ല, ഈ ഗവൺമെൻറ്റായിട്ട് ഇല്ലാതാക്കി കളഞ്ഞൊരു പ്രക്രിയയാണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവകാശരാകുകയാണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നന്ദി. Thank you.